മഹാഗുരു ശരണം. ഇന്ന് മാർച്ച് 11 ചൊവ്വാഴ്ച, ആയില്യം നക്ഷത്രം, ആശ്ലേഷ നക്ഷത്രം, സർപ്പബലി, നൂറുംപാലും ഒക്കെ നടത്തുന്ന ദിനമാണ്. അപ്പോൾ ആ ദിവസത്തിൽ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ദൈവിക അംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ആശ്ലേഷ നക്ഷത്രം വളരെ പ്രാധാന്യപ്പെട്ടതാണ്. നാഗങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവശക്തി, കുണ്ടലിനി ശക്തി ഒരു പാമ്പ് ചുറ്റുന്നത് പോലെ മൂലാധാരത്തിൽ ചുറ്റിക്കിടക്കുന്നതായിട്ട് പറയുന്നു. എന്തുവാകട്ടെ, അത് ഒരു വേദാന്ത വിഷയം അല്ലെങ്കിൽ പൂർണ്ണമായും ആത്മീയമായ വിഷയം. അപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട കാര്യം പലരും എന്താണെന്ന് ചോദിച്ചു. അതൊരു ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. അത് തന്നവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽസ് തരാൻ പറ്റുമെങ്കിൽ അവരെ യൂട്യൂബിലൂടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം, ആ വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതെനിക്ക് അയച്ചു തന്നത് കുറേ കാര്യങ്ങൾ ചിലർ പേഴ്സണലി അറിയിച്ചു. അതുകൂടാണ്ട് കുമാരി വൈഷ്ണവി, സ്പെഷ്യൽ ചൈൽഡ്, ആ കുട്ടി എന്നെ പേഴ്സണലി വോയിസിൽ ഇതെന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിച്ച് തന്നു. അപ്പോൾ അതൊരു അതിശയകരമായ വസ്തുതയാണ് കേട്ടോ. അപ്പോൾ കുമാരി വൈഷ്ണവിയെയും യൂട്യൂബിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല. അതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിയെയും യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തണം. കാര്യം സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് അവർക്ക് കുറേയധികം കഴിവുകളുള്ള ചൈൽഡാണ്. കുട്ടികളാണ്. അവർ ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരേണ്ടതാണ്. അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നാണ് പരിചയപ്പെട്ട പലരിൽ നിന്നും എനിക്ക് കിട്ടുന്ന അനുഭവം. അപ്പോൾ ഇന്ന് ആയില്യം നക്ഷത്രം, ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ വനദുർഗയുടെ ഒരു പ്രീതിക്കുള്ള ദിവസം കൂടിയാണ്. എൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുന്നു കേട്ടോ. ഈ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയുടെ പ്രാധാന്യമുള്ള ദിവസമാണ്. ആശ്ലേഷ കൂടി ചേരുമ്പോഴത്തേക്കും വനദുർഗയ്ക്ക് പ്രാധാന്യം വരുന്നു. കേരളം വനവിഭവങ്ങളുടെ നാടാണ്, എല്ലാവർക്കും അറിയില്ല. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വനദുർഗാ ദേവതയുടെ എനർജി പോയിന്റുകളുണ്ട് പലയിടത്ത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേയധികം പേര് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ കുറേയധികം ആൾക്കാരെ, എനിക്ക് തോന്നുന്നു 50 അധികം ആൾക്കാരെ ഞാൻ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ട്. ചിലരെ വിളിച്ചിട്ട് വോയിസ് കോളിൽ കിട്ടിയിട്ട് വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് മെസ്സേജിൽ യൂട്യൂബിൽ താഴെ ഞങ്ങൾ അയച്ചിരുന്നു, കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മൊബൈലിൽ നോക്കിയിരിക്കാനുള്ള ഒരു പരിധി ഉണ്ടല്ലോ, എത്ര നേരമാണെന്ന് പറഞ്ഞു. എങ്കിലും മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. വീട്ടിലുള്ളവർക്കറിയാം ഞാൻ എത്ര നേരം ശ്രമിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ എന്നെ ഡെയിലി എന്തെങ്കിലും കാര്യത്തിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർക്കറിയാം. ഒരു കാര്യം മനസ്സിലാക്കുക, ദക്ഷിണ തരുന്നവരെ മാത്രമല്ല തരാത്തവരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർ ചൂണ്ടയിടുന്ന പോലെ 51, 101 ദക്ഷിണ അയക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ദക്ഷിണ അയക്കാണ്ടിരിക്കുക. ദക്ഷിണ എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നമ്മുടെ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഡൗൺ ആകും. എൻ്റെ ഗുരു പറഞ്ഞു തന്ന തത്വമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ദക്ഷിണ എപ്പോഴും ആരോഹക്രമത്തിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ദയവ് ചെയ്ത് എനിക്ക് ദക്ഷിണ തരരുത്. അതാണ് ഞാൻ പറയുന്നത്. കാര്യം കാർമ്മിക ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത്. ദക്ഷിണ ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ച് ഗൈഡൻസ് തരുന്നുണ്ട്. അപ്പോൾ ദക്ഷിണ ഒരു ഔദാര്യ ഘടകമല്ല. അപ്പോൾ തരുന്ന ദക്ഷിണ ആ എനർജി പറഞ്ഞു തന്നിട്ട് പോലും അതിലേക്കല്ലെങ്കിൽ അതിൻ്റെയും കാർമ്മികം വാങ്ങിച്ച് വെക്കുകയാണ് തരുന്ന ആൾക്കാർ. അതുകൊണ്ട് ദയവ് ചെയ്ത് തരാണ്ടിരിക്കുക. അപ്പോൾ ഈ ചിലർക്ക് ഒരു തോന്നലുണ്ട്, അത് തോന്നലും ശരിയാണ്. ദക്ഷിണ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു കടപ്പാട് വെച്ച് നോക്കി പെട്ടെന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ ചിലർ തരുന്നുണ്ട്. അവരെ പെട്ടെന്ന് നോക്കുന്നുമുണ്ട്. അതും സത്യമാണ്. ഇനി അതെനിക്ക് എനർജി കണക്റ്റ് ആയില്ലെങ്കിൽ ആ ദക്ഷിണ ഞാൻ തിരിച്ചയച്ചിട്ടുമുണ്ട്. അതും വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതും ദക്ഷിണ തന്നു എന്ന് പറഞ്ഞാൽ എനർജി കണക്റ്റ് ആകണമെന്നില്ല. ദക്ഷിണ തന്നില്ല എന്ന് പറഞ്ഞാൽ എനർജി കണക്റ്റ് ആകാണ്ടിരിക്കണമെന്നുമില്ല. ചിലരോട് എന്തെങ്കിലും കാര്യവശാൽ ബ്ലെസ് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദക്ഷിണ ഇടണമെന്ന് പറയാനായിട്ട് എനിക്ക് മടിയില്ല. കാര്യം അത് അവർ കാർമ്മികം വാങ്ങിക്കരുതെന്നുള്ള ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയാറുണ്ട്. ദക്ഷിണ എന്തെങ്കിലും യഥാശക്തി ദക്ഷിണ ഇടാൻ പറഞ്ഞ് ചിലർക്ക് GPay നമ്പർ അറിയാം. വിദേശത്തുള്ളവർക്ക് ഞാൻ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചാലാണ് അവരുടെ കാർമ്മികം മാറുന്നതെങ്കിൽ ചോദിച്ച് വാങ്ങിക്കാൻ എനിക്ക് മടിയില്ല. പ്രത്യേകിച്ച് ഞാൻ ആറ്റുകാല് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം എനിക്ക് ചിലവാക്കാൻ പറ്റും. ഞാൻ ഈ കിട്ടുന്ന കാര്യം സ്പിരിച്വലി പല കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കുകയാണ്. എൻ്റെ ആവശ്യത്തിന് എടുക്കാറില്ല. എടുക്കുകയാണെങ്കിൽ മെഡിസിൻ വാങ്ങിക്കാൻ മാത്രമേ എടുക്കൂ. കാര്യം എന്ന് വെച്ചാൽ പലരുടെയും ആരോഗ്യപരമായ കാര്യങ്ങൾ അതിൽ ന്യൂട്രലൈസ് ആയിട്ട് പോകുന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും സാമ്പത്തിക പ്രശ്നങ്ങളും വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാനും
കൊടുത്തവർ തിരിച്ചു തരാനും പിന്നെ ശത്രുത ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഒരു ബോധം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. കാര്യം എന്താ വെച്ചാൽ നമുക്കാരും ശത്രുക്കളില്ല, നമുക്കെല്ലാവരും മിത്രങ്ങളായതുകൊണ്ട് തന്നെ ഈ പരാശക്തി എല്ലാവരെയും നമ്മളെ മിത്രങ്ങളാക്കുന്നു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന നടത്തുക. ദൈവമേ, അമ്മേ, മഹാമായ. നമ്മൾ മഹാമായയുടെ പിടിയിലാണ് കേട്ടോ. മഹാമായ എന്ന് പറയുന്ന ആ മായയുടെ പിടിയിലാണ് നമ്മൾ. അപ്പോൾ ഈ മഹാമായയുടെ ഇതായിട്ടാണ് വിഷ്ണു ആൾക്കാരെ മോഹിപ്പിക്കാനായിട്ട് മോഹിനി വേഷം വേണ്ടി വന്നത്. കാര്യം മായ വരുന്നത് കൂടുതലും സ്ത്രീകളുടെ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാമായ എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നത്. എന്താണ് മഹാമായ എന്ന് പറഞ്ഞ് സ്ത്രീ രൂപത്തിൽ ആ പരാശക്തിയെ പൂജിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേയധികം കാർമ്മികങ്ങളുള്ളത് മായയുടെ ഇതിൽ നമ്മൾ ആ കാർമ്മികങ്ങൾ മനസ്സിലാക്കുന്നില്ല. പല രീതിയിലും പലയിടത്തും പോയിട്ട് ചൂടുവെള്ളത്തിൽ ചെന്ന് ചാടുന്നു, പിന്നെ പച്ചവെള്ളം കണ്ടാലും ചൂടുവെള്ളമാണെന്ന് പൂച്ച വിചാരിക്കുന്നു. ഇത് ഒരു മായയുടെ പ്രതിഭാസമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, മഹാമായേ, ദൈവമേ, നമ്മുടെ എന്തായാലും അമ്മേ. അത് ഞാൻ പറയാറുണ്ടല്ലോ പ്രാർത്ഥന. മാതൃഭ്യോ നമ, പിതൃഭ്യോ നമ, ഗുരുഭ്യോ നമ, ആചാര്യഭ്യോ നമ, ഇഷ്ടദേവതാഭ്യോ നമ, കുലദേവതാഭ്യോ നമ, ഗ്രാമദേവതാഭ്യോ നമ, സർവേഭ്യോ ദേവേഭ്യോ നമ, സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ നമ. അമ്മേ മഹാമായേ, പ്രപഞ്ചശക്തി, എനിക്കെല്ലാവരും മിത്രങ്ങളെന്ന പോലെ എല്ലാവരും എനിക്ക് മിത്രങ്ങളാകുന്നു. അതുപോലെ ഞാൻ എല്ലാവർക്കും സഹായം ചെയ്തിരിക്കുന്ന പോലെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും എല്ലാവർക്കും ഞാൻ സഹായം ചെയ്തതുപോലെ ബാക്കിയുള്ളവരും എനിക്ക് സഹായം ചെയ്യുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ, അല്ലെ ഈ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും എനിക്ക് സഹായം ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ പ്രാർത്ഥന പറയുക, സങ്കല്പം ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാറ്റങ്ങളുണ്ടാകും. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശത്രുക്കളെക്കുറിച്ച് വിചാരിക്കുമ്പോൾ ശത്രുക്കൾക്ക് ബലം കൂടും. അത് ഒരു സത്യമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ അവർ ഭയങ്കര അതിബലവാന്മാരാകുന്നതിൻ്റെ രഹസ്യം ഇതാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് മിത്രങ്ങളാണ്. എന്താണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ക്രിസ്തുദേവൻ പറഞ്ഞ പോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ മിത്രങ്ങളാണ്. എല്ലാവരും നമുക്ക് സഹായം ചെയ്യുന്നു. നമ്മൾ സഹായം ചെയ്ത പോലെ നമുക്ക് സഹായം ചെയ്യുന്നു. നമ്മൾ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവർക്ക് സഹായമായിട്ട് കൊടുത്തതാണ്. ആ തുക അവർ തിരിച്ച് തരണം, എങ്കിലേ അവരുടെ കാർമ്മികം തീരുന്നുള്ളൂ. അപ്പോൾ അത് തിരിച്ചു തരണമെങ്കിൽ അവർക്ക് ആ പണം കിട്ടണം. അവർക്കും എന്തെങ്കിലും ബ്ലോക്ക് കാണും. അപ്പോൾ അവർ നമുക്ക് തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്ക് ആരാണോ പണം തരാനുള്ളത് ആ ആളുടെ ബ്ലോക്ക് മാറിയിട്ട് നമുക്ക് പണം കിട്ടും. ഇതൊരു യൂണിവേഴ്സൽ ലോയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളോട് ഒരാൾ ശത്രുത ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും പുള്ളി നമ്മുടെ മിത്രമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേവതയോട് പറയുക, പുള്ളിനെ ഞാൻ മിത്രമായിട്ട് കാണുന്നു, പുള്ളിയും എന്നെ മിത്രമായിട്ട് കാണണമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മളെ മിത്രമായിട്ട് കാണാനും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനുമുള്ള ആ ഒരു പ്രചോദനം നൽകും. എല്ലാവരുടെയും മനസ്സുകളിൽ പ്രചോദനം വരാറുണ്ട്. ആ പ്രചോദനം നൽകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഒരു കാരണവശാലും ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്ഥലം വിറ്റുപോയി കാണും, വീട് വിറ്റുപോയി കാണും. അത് വിൽക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്, അത് വിറ്റിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കാർമ്മികം വെച്ച് വിൽക്കേണ്ടി വന്നിരിക്കും. അതിനെക്കുറിച്ച് സങ്കടപ്പെടാണ്ടിരിക്കുക. ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. പേഴ്സണലി ബന്ധപ്പെടുത്തതും ഇത് ചെയ്യുന്ന വെച്ച ഫീഡ്ബാക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒരു ചേട്ടൻ, അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, എന്നെക്കാളും പ്രായമുണ്ട്. അദ്ദേഹം ഓരോ വീട്ടിലെയും ആൾക്കാരുടെ അംഗങ്ങളുടെ പേര്, നക്ഷത്രം, വയസ്സ്, ഇത് അദ്ദേഹത്തിന് എന്താണ് ആവശ്യങ്ങളെന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞ് അയച്ചു തന്നു. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സങ്കല്പം ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യഥാശക്തി ദക്ഷിണ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം കൂടുതലാണ്. കാര്യം 1001 രൂപയാണ് അദ്ദേഹം അയച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയെങ്കിൽ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് അവർക്ക് വേണ്ടി സങ്കല്പം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ തിരുവനന്തപുരത്ത് പോകുന്ന വഴിയാണ്, ആ വഴിയിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നാൾ വരുന്ന വഴിയോ അദ്ദേഹത്തെ കാണണമെന്നുള്ള തീവ്ര ആഗ്രഹമുണ്ട്. ഇന്ന് ഇൻഡ്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ചേട്ടനെ ഞാൻ തീർച്ചയായിട്ടും വിളിക്കും. കാര്യം ആ രീതിയിലാണ് ചേട്ടൻ കോൺടാക്ട് ചെയ്തിരിക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചിലരെ പെട്ടെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ദക്ഷിണയായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് ആരും ചൂണ്ടായിടുന്ന പോലെ 51, 101 വിടല്ലേ. അതൊക്കെ പോസിറ്റീവ് അല്ലാത്ത സംഖ്യകളാണ് കേട്ടോ. ഞാൻ തുറന്ന് പറയുന്നതിൽ ക്ഷമിക്കുക. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ആരോഹണ ക്രമത്തിൽ വേണം. നമുക്ക് എന്താണോ, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, എന്താണ്
പോസിറ്റീവ് സംഖ്യ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓടും. അത് നമ്മുടെ മനസ്സിൽ ഇന്നർ കോൺഷ്യസിൽ വന്നിരിക്കണം. 1 2 3 സ്റ്റാർട്ട്. 1 2 3 എന്ന് പറഞ്ഞാൽ ഓടുക. അതുപോലെ നമ്മുടെ നമ്മുടെ ജീവിതം ഓടണം, നേട്ടങ്ങൾ ഓടി നേടണം, അതായിരിക്കണം വരേണ്ടത്. പക്ഷേ എപ്പോഴും നോക്കുക, ഞാൻ താഴെയാണ്, വളരെ താഴെയാണ്, ഭൂമി നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വളരെ സ്പിരിച്വലി ഹൈ ലെവലാണ്. അപ്പോൾ എന്നെ അവലോകനം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിൻ്റെ താഴ്വരയുടെ താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അപ്പോൾ ഓരോരുത്തർ എന്തോരം മുകളിൽ കയറി, നിങ്ങൾ ഇത്ര അടി കയറിയിട്ടുണ്ട്, അത്ര അടി കയറിയിട്ടുണ്ടെന്ന് താഴെ രേഖപ്പെടുത്താനോ അവരെ അറിയിക്കുവാനോ ഉള്ള ദൗത്യമാണ് യൂണിവേഴ്സൽ എനർജി എനിക്ക് ഈ ജന്മത്തിൽ തന്നിരിക്കണമെന്ന് ഉത്തമ ബോധ്യമുണ്ട്. ഇന്നലെ അറേബ്യൻ കൺട്രിയിൽ നിന്നൊരു ചേട്ടൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വിളിക്കണമെന്ന് തോന്നി. ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹമായിട്ട് 1.25 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ വളരെയധികം അദ്ദേഹം നോമ്പൊക്കെ എടുത്ത് ഇരിക്കുന്ന ഭയങ്കര എനർജി ഇതുള്ള ആ ചേട്ടനാണ്. വളരെയധികം സംസാരിച്ചു ആ ചേട്ടൻ്റെ അടുത്ത്. എനിക്ക് വളരെ സന്തോഷം. കാര്യം എനർജിക്ക് ജാതി മതഭേദങ്ങളില്ല, കാലദേശ ഭേദങ്ങളില്ല. ഞാൻ പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുന്നു. പക്ഷേ ഈ ജന്മത്തിലെ കാർമ്മികങ്ങൾ, ഈ ജന്മത്തിലെ കാര്യങ്ങൾ അനുഭവങ്ങളാകാനായിട്ട് എന്നെ ഭാരതദേശത്തിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ജന്മം നൽകിയതുകൊണ്ട് ആ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കാനായിട്ട് എനിക്ക് ധാർമ്മിക ബാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരാളെയും ഉച്ചനീചത്വമോ അയിത്തമോ വെച്ചിട്ട് ഞാൻ മാറ്റി നിർത്താറില്ല. അത് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം. പിന്നെ എൻ്റെ ആഹാര രീതി പൂർണ്ണമായിട്ടും സാത്വികമാണ്. അത് വേറെ കാര്യം. അത് ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിച്ചാലും കഴിയാവുന്നതും ജെയിൻ ഫുഡ്സാണ് ഞാൻ വാങ്ങിച്ച് കഴിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ളൊരു ഹോട്ടലിൽ, പ്രശസ്തമായ ഹോട്ടലിൽ പോയി ജെയിൻ ഫുഡ് പറഞ്ഞു. അവർ ജെയിൻ അല്ലാത്ത ഫുഡാണ് തന്നത്, വേണമെങ്കിൽ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചു. അത് കഴിക്കുന്ന പോലെ കഴിച്ചു. എന്നിട്ട് ലാസ്റ്റ് മധുരം വാങ്ങിച്ച് കഴിച്ചു, അതിൻ്റെ ആ ടേസ്റ്റ് മാറാനായിട്ട്. അല്ലാണ്ട് എനിക്ക് പിടിവാശിയൊന്നുമില്ല ഇത് കഴിക്കാൻ പാടില്ല എന്ന്. പക്ഷേ എനിക്ക് ടേസ്റ്റ് ബഡ്സിൽ അത് പറ്റുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫുഡിൽ നമ്മൾ കുറേ കാർമ്മികം വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്. ഈ ഫുഡിലൂടെയാണ് നമുക്ക് ആരോഗ്യപരമായ കാർമ്മികങ്ങൾ വരുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നലെ ചിലർ വ്യക്തിപരമായിട്ട് ചോദിച്ചു എന്താ ഒരു വീഡിയോയിൽ നിർത്തിയെന്ന് ചോദിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് ഞാൻ കുറേ പേരുടെ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തു എന്ന് ചിലർക്ക് മെസ്സേജ് അയച്ചു, ചിലർക്ക് ഞാൻ എന്തെങ്കിലും ഇമോജി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ചിലർ പറയുന്നുണ്ട് ഞങ്ങളെ എനർജി കണക്റ്റ് ആകുമ്പോൾ വിളിക്കുന്നതും വിശ്വസിക്കുന്നതും. തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിരിക്കും. അതിൻ്റെ ധാർമ്മിക ബാധ്യത ഉത്തരവാദിത്തമാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ വിളിച്ച ആൾക്കാരും സംസാരിച്ച ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് എനർജി കണക്ഷൻ എന്ന്. അവരുടെ എനർജി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ, അതുപോലെ ആ നാഗദേവതകളുടെ ദിവസത്തിൻ്റെ പ്രത്യേകത, വനദുർഗ ദേവതയുടെ ദിവസത്തിൻ്റെ പ്രത്യേകമായ ഇന്ന് എല്ലാവർക്കും സകുടുംബം ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാവിഷ്ടം ഉണ്ടാകണമെന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും അവർ വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടി അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സർവീസോ പ്രൊഫഷനോ ജോലിയോ ലഭിക്കണമെന്നും, അതുപോലെ കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി, ഓരോരുത്തർ ചെയ്യുന്ന ജോലിയിലും വ്യാപാരത്തിലും നല്ല നേട്ടങ്ങൾ, ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകണമെന്നും, എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവദാ സർവത്ര ആ ദേവതകളുടെ യൂണിവേഴ്സൽ എനർജിയുടെ ഗോൾഡൻ ഓറ പ്രൊട്ടക്ഷൻ എല്ലാ ജീവിതത്തിൻ്റെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ഉണ്ടാകണമെന്ന് പ്രാർത്ഥന ചെയ്ത് സങ്കല്പം ചെയ്യുന്നു. അപ്പോൾ നാളെ മറ്റന്നാളെ 2-3 ദിവസത്തേക്ക് ആറ്റുകാലേക്ക് പോവുകയാണ്. അതുകൊണ്ട് വീഡിയോ എങ്ങനെ ഇടും എന്താണെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഇടാൻ ശ്രമിക്കും. എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.